അപ്പോൾ നമ്മൾ കാശ്മീരിലെ പത്തർ ലേക്കൊക്കെ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയപ്പോൾ തന്നെ കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് നടന്ന് കുഴങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ കയറിയിട്ട് കുറച്ചും കൂടി കയറാണ്ട് ഇന്നൊരു സ്ഥലത്ത് ഈ കേബിൾ കാറിൻ്റെ ഒക്കെ ഫേസ് 1 ടെൻ്റ് അടിക്കും. നാളെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാ. കാശ്മീരിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരുപാട് വീടുകൾ കാണാം. ഇതിവിടുത്തെ നാടോടികളുടെ വീടുകളാണ്. അവർ ഈ സമ്മർ സമയത്ത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ട് അവരുടെ ഉപജീവന മാർഗം, അതായത് കൃഷി ചെയ്യും, പശുവിനെ വളർത്തും, അങ്ങനെയൊക്കെ ചെയ്യും. വിൻ്ററിൽ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ നാട്ടിലേക്ക് പോകും. ഈ ഭാഗത്തുള്ളവർ അധികം ബാരാമുള്ള ആ ഭാഗത്തുള്ളവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കുകയാണ്. അങ്ങനെ ഈ മലയുടെ താഴ്വാരത്തായിരുന്നു ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ചത്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഞങ്ങൾ കണ്ടില്ലേ, നല്ല തണുപ്പുണ്ട്. അപ്പം ഇങ്ങനെ കിടുകിട വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി ഞങ്ങൾക്ക് ആ മലയൊക്കെ കയറി പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അൽപ്പത്താർ അഥവാ നമ്മളെ ഫ്രോസൺ ലേക്കിൽ പോയി വരികയാണ്. അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആർമി ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടുണ്ട് ആ ഭാഗത്ത്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഫേസിലൊന്നും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് ഇറങ്ങേണ്ടതുകൊണ്ട് നേരെ ഇരുട്ടായി വരികയാണ്. ഞങ്ങൾക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഠിനമായ ഈ ലഗേജൊക്കെ കൊണ്ട് കഠിനമായ ട്രക്കായിരുന്നു. സാധാരണ എടുക്കുന്നതിലേറെ കുറച്ച് ടൈം എടുത്തു, കാരണം നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുമാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ട്രക്കൊക്കെ ഒന്ന് എല്ലാവരും പരീക്ഷിക്കുക. നമ്മൾ ട്രിപ്പ് അപ്ഡേറ്റിൻ്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്തിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കൂടെ ഇവിടുത്തെ ബിഷാറത്ത് ബായ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു.